എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സാമ്പിൾ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു 300 ക്വസ്റ്റ്യൻസ് നമ്മൾ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നോക്കി പഠിക്കുക. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാം. പക്ഷേ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ നമുക്കുള്ള ഊർജ്ജമുള്ളൂ. അപ്പോഴേ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് എത്തിക്കുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് എ, ഇത് ഡിറ്റർമിനൻസ് എന്നുള്ള ഭാഗത്ത് നിന്നുള്ളതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇഫ് എ ഈസ് എ 3/3 മെട്രിക്സ്, ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ഡിറ്റർമിനന്റ് 3a ഈക്വൽ ടു k ഡിറ്റർമിനന്റ് എ, then write the value of k. നമുക്കറിയാം ഇങ്ങനെ ഒരു വാക്യമുണ്ട്. അറിയില്ല എങ്കിൽ പഠിച്ചു വെക്കണം. ഇഫ് എ ഈസ് ആൻ n/n മെട്രിക്സ് ആണ് വെച്ചെങ്കിൽ ഡിറ്റർമിനന്റ് എ ഈക്വൽ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഡിറ്റർമിനന്റ് എം എ ഈക്വൽ ടു m റേസ് ടു n ഡിറ്റർമിനന്റ് എ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഇതില് എന്താണ് തന്നിരിക്കുന്നത്? ഇതില് ഡിറ്റർമിനന്റ് 3a ആണ് അല്ലെ. ഡിറ്റർമിനന്റ് 3a അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3 റേസ് ടു n എത്രയാണ്? ഓർഡർ എത്രയാണ്? 3 ആണ്. 3/3 മെട്രിക്സ് ആണ്. അപ്പൊ 3 റേസ് ടു 3 ഡിറ്റർമിനന്റ് എ എന്ന് എഴുതിക്കൂടെ? ഇത് അവര് തന്നിട്ടുണ്ട് ഈക്വൽ ടു k മോഡ് k ഡിറ്റർമിനന്റ് എ ആണെന്ന്. അപ്പൊ ഇതില് അപ്പൊ k എന്ത് വരും? k ഈക്വൽ ടു 3 റേസ് ടു 3. അത് എത്രയാണ്? 27. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ? 27. k ഈക്വൽ ടു 27 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ് 2, 7, 65, 3, 8, 75, 5, 9, 86. എങ്ങനെയാ ഡിറ്റർമിനന്റ് കാണാന്ന് നിങ്ങൾക്ക് അറിയുണ്ടാവും. എങ്കിലും നമുക്കൊന്ന് ചെയ്തു നോക്കാം. 2 ഇൻറ്റു അല്ലെ, ഇത് ഇൻറ്റു പിന്നെ അടുത്തത് എങ്ങനെയാണ്? ഇത് ഇൻറ്റു ഇത് മൈനസ് ഇത് ഇൻറ്റു ഇത് അല്ലെ. അപ്പൊ എങ്ങനെയാണ്? 2 ഇൻറ്റു 8 ഇൻറ്റു 86 മൈനസ് 9 ഇൻറ്റു 75. ഇനി അടുത്തത് എന്താ വരിക? മൈനസ് സൈനാ വരിക അല്ലെ. മൈനസ് 7 ഇൻറ്റു ഇനി ഇത് ഒഴിവാക്കിയിട്ട് ബാക്കി രണ്ടും ആണ് എടുക്കുക അല്ലെ. അപ്പൊ ഏതെടുക്കണം? 3 ഇൻറ്റു 86, 3 ഇൻറ്റു 86 മൈനസ് 5 ഇൻറ്റു 75. ഇനി അടുത്തത് എന്താ വരിക? പ്ലസ് ആണ് വരിക അല്ലെ. പ്ലസ് 65 ഇൻറ്റു ഇതും ഒഴിവാക്കിയിട്ട് ബാക്കി രണ്ടെണ്ണത്തിനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 3 ഇൻറ്റു 9 27 വന്നില്ലേ. മൈനസ് 5 ഇൻറ്റു 8 40. അപ്പൊ ഇത് എങ്ങനെ എഴുതാ? 2 ഇൻറ്റു 688 മൈനസ് 675 മൈനസ് 7 ഇൻറ്റു 258 മൈനസ് ഞാൻ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണുള്ളൂ കേട്ടോ, വേറെ ഒന്നും ചെയ്യണില്ല. 65 ഇൻറ്റു 27 മൈനസ് 40 എന്ന് പറഞ്ഞാൽ എത്ര വരും നോക്കൂ? 65 ഇൻറ്റു 27 പ്ലസ് 3 ആവുമ്പോൾ 30 ആവും. അപ്പോൾ മൈനസ് 13 അല്ലേ വരിക. അപ്പൊ ഇത് എങ്ങനെ എഴുതുക? ഈക്വൽ ടു ഇതിനെ 88 മൈനസ് 75 എന്ന് പറയുമ്പോൾ എന്ത് വരും? 13 വരും. 2 ഇൻറ്റു 13 മൈനസ് ഇവിടെ എന്ത് വരും? 7 ഇൻറ്റു ഇതിലെ ഇങ്ങനെ വരാ 258 അല്ലെ. അപ്പൊ 7 1 1 117 അല്ലെ. മൈനസ് 117 എന്ന് വന്നില്ലേ. ഇനി ഇവിടെ എന്താ വരിക? 65 ഇൻറ്റു മൈനസ് 13. അപ്പൊ ഇത് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയില്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 13 പ്ലസ് 7 ഇൻറ്റു 170 എന്ന് എഴുതിക്കൂടെ? ഇത് 13 ഇൻറ്റു 9 ആണ്.
അപ്പൊ നമുക്ക് ചെയ്യാതെ തന്നെ വേഗത്തിൽ ആൻസർ കിട്ടാൻ പറ്റുമോ നോക്കാം. കാരണം എങ്ങനെയാണ്, +65 ഇൻറ്റു -30. അപ്പൊ ഇതിനെ 13 ഇൻറ്റു 9 എന്ന് എഴുതിയാ നമുക്ക് 13നെ പുറത്തെടുക്കാം അല്ലേ. 13 ഇൻറ്റു ഇവിടെ എന്ത് വരും, 2 മാത്രം വരും. ഇവിടെ എന്ത് വരും, 63 വരും. ഇവിടെ എന്താ വരിക, -65 വരും. അപ്പൊ ഇത് 0 ആയി പോയില്ലേ. അപ്പൊ ഏതാണ് ആൻസർ, ഈക്വൽ ടു 0 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഡിറ്റർമിനന്റ് 2x x plus 3 2 into x plus 1 x plus 1 equal to determinant 1 5 3 3, then write the values of x. അപ്പോൾ ഡിറ്റർമിനന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക മൈനസ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. അപ്പൊ 2x ഇൻറ്റു എക്സ് പ്ലസ് 1 മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 3 അല്ലേ, ഈക്വൽ ടു ഇതെങ്ങനെയാ ഡിറ്റർമിനന്റ് വാല്യൂ കാണുക, 3 മൈനസ് 15 അല്ലേ. അപ്പൊ എന്താ വരിക, 3 മൈനസ് 15 എന്ന് പറഞ്ഞാൽ -12. അപ്പൊ ഇത് എങ്ങനെ വരും, 2x² പ്ലസ് 2x മൈനസ് 2 ഇൻറ്റു ഇവിടെ എന്ത് വരും നോക്കൂ, x² പ്ലസ് 3x പ്ലസ് എക്സ് 4x പ്ലസ് 3 എന്ന് വരില്ലേ, x² പ്ലസ് 4x പ്ലസ് 3 ഈക്വൽ ടു -12. അപ്പൊ x² ക്യാൻസൽ ചെയ്യില്ലേ നോക്കൂ, ക്യാൻസൽ ചെയ്യും. അത് കഴിഞ്ഞാൽ 2x മൈനസ് 8x, അപ്പൊ -6x മൈനസ് 6 ഈക്വൽ ടു -12. അപ്പൊ -6xനെ എന്ത് ചെയ്യാം, -12 പ്ലസ് 6 എന്ന് വന്നില്ലേ, അപ്പൊ -6 അല്ലേ. അപ്പൊ x ഈക്വൽ ടു എന്ത് വരും, -6 ബൈ -6 1 എന്ന് വരും. അപ്പൊ ഏതാണ് x ഈക്വൽ ടു 1 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് A be a square matrix of order 3 by 3. Write the value of determinant 2a where determinant a equal to 4. ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ n/n മെട്രിക്സ് ആണ് വെച്ചെങ്കിൽ ഡിറ്റർമിനന്റ് എം എ എന്ന് പറയുന്നത് m⁻n ഡിറ്റർമിനന്റ് എ ആണെന്ന്. അതേപോലെ ഇത് എഴുതുമ്പോൾ ഡിറ്റർമിനന്റ് 2a ഈക്വൽ ടു എന്തെഴുതാം, 2 ഏത് ഓർഡർ ആണ്, 3 ഓർഡർ ആണ്. അപ്പൊ 3 ഓർഡർ ആണ്, 2³ ഇൻറ്റു ഡിറ്റർമിനന്റ് എ എന്ന് വരും. അപ്പൊ ഡിറ്റർമിനന്റ് എ അവർ തന്നിട്ടുണ്ട് 4 ആണെന്ന്. അപ്പൊ എന്ത് വരും, 2³ ഇൻറ്റു 4. 2³ എത്രയാണ്, 8 ആണ്. 8 ഇൻറ്റു 4 എത്രയാണ്, 32. അപ്പൊ ഏതാണ് ആൻസർ, 32 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If determinant x plus 1 x minus 1 x minus 3 x plus 2 equal to determinant 4 minus 1 1 3, then write the value of x. എങ്ങനെ കണ്ടുപിടിക്കുക, x plus 1 ഇൻറ്റു എക്സ് പ്ലസ് 2 അല്ലേ, മൈനസ് എന്താണ് പിന്നെ ഉള്ളത്, എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 3 ഈക്വൽ ടു ഈ ഡിറ്റർമിനന്റ് അത് എത്രയാണ്, 4 3 12 മൈനസ് -1 അതായത് 13 എന്ന് വരും. 12 മൈനസ് -1 എന്ന് പറഞ്ഞാൽ 12 പ്ലസ് 1 13 എന്ന് വന്നു. ഇനി x² പ്ലസ് 2x പ്ലസ് എക്സ്, അപ്പൊ 3x വരും. 3x പ്ലസ് 2 മൈനസ് ഇവിടെ എന്ത് വരും, x² മൈനസ് 3x മൈനസ് 1x 4x പ്ലസ് 3 ഈക്വൽ ടു 13. അപ്പൊ ഇനി x² ക്യാൻസൽ ചെയ്ത് പോയില്ലേ നോക്കൂ, 3x പ്ലസ് 4x 7x, ഇവിടെ 5 വരും, പ്ലസ് 5 ഈക്വൽ ടു 13 അല്ലേ. അപ്പോൾ ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, 2 മൈനസ് 3 ആണ് വരിക. അപ്പം പ്ലസ് 5 അല്ല വരിക, -1 എന്നുള്ളതാണ് വരിക. 7x മൈനസ് -1 ഈക്വൽ ടു 13.
അപ്പോൾ 7x ഈക്വൽ ടു എന്താവും 13 പ്ലസ് 1 14. x ഈക്വൽ ടു എന്താവും 14/7 ഈക്വൽ ടു 2. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം -3 ആണ്. അപ്പോൾ 2 - 3 എന്നുള്ളത് -1 ആണ് വരിക. അപ്പൊ x ഈക്വൽ ടു 2 എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Write the value of delta equal to determinant x plus y, y plus z, z plus x, zx, y, -3, -3, -3. ഇത് എങ്ങനെയാ കണ്ടുപിടിക്കുക? അതായത് ഇത് റോ 1 ആണ് അല്ലെ, R1, ഇത് R2 അല്ലെ, ഇത് R2, ഇത് R3 ആണ്. അത് നിങ്ങൾക്ക് അറിയായിരിക്കാം. ഇത് C1, ഇവിടെ C2, C3 ആണ്. ഇനി ഞാൻ എന്ത് ചെയ്തു, R1 പ്ലസ് R2 ചെയ്തു. ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ R1 പ്ലസ് R2 ചെയ്യുമ്പോൾ x പ്ലസ് y പ്ലസ് z എന്ന് പറഞ്ഞു. R1 gives R1 പ്ലസ് R2. അപ്പോൾ ഇവിടെ എന്ത് വരും, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് തന്നെ വരും. ഇവിടെ എന്ത് വരും, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് വരും. പിന്നെ സെഡ് എക്സ് വൈ -3 -3 അല്ലേ. ഇനി ഞാൻ ഇതിനെ പുറത്തേക്ക് എടുത്തു, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡിനെ പുറത്തേക്ക് എടുത്തു, -3നും പുറത്തേക്ക് എടുത്തു. അപ്പൊ നമുക്ക് എന്ത് വരും, -3 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. പിന്നെ ഡിറ്റർമിനന്റ് 1 1 1 z x y 1 1 1. രണ്ട് റോവും ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും, ഡിറ്റർമിനന്റിന്റെ വാല്യൂ 0 വരും. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പ്രോപ്പർട്ടീസിൽ. അപ്പോൾ നമുക്ക് -3 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇൻറ്റു 0 എന്ന് വരും. അപ്പൊ ഏതാണ് ആൻസർ, 0 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ വാല്യൂ ഓഫ് the determinant p plus 1 p minus 1 p. എങ്ങനെയാ ചെയ്യാ, p ഇൻറ്റു p അല്ലെ, p സ്ക്വയർ മൈനസ് എന്താണ് p പ്ലസ് 1 ഇൻറ്റു p മൈനസ് 1. ഇത് എന്ത് ഫോമാണ്, a പ്ലസ് b ഇൻറ്റു a മൈനസ് b ഫോം അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്നുള്ള ഫോമിൽ എഴുതിക്കൂടെ. അപ്പൊ p സ്ക്വയർ മൈനസ് 1 എന്നായിവിടെ. അപ്പൊ p സ്ക്വയറും p സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയോ. അപ്പൊ ഏതാണ് ആൻസർ, 1 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If A equal to matrix 1 2 3 minus 1 and B equal to matrix 1 3 minus 1 1, write the value of determinant AB. നിങ്ങൾക്ക് അറിയായിരിക്കും എ ബി എങ്ങനെയാണ് ചെയ്യാന്ന്. എ ബി മെട്രിക്സ് എങ്ങനെയാ ചെയ്യുക, ഇത് ഇൻറ്റു ഇത് അല്ലെ, 1 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു -1. അപ്പൊ എന്താണ് വരിക, 1 - 2. ഇനി ഇവിടെ എന്താ വരും, അടുത്ത കോളത്തിൽ എന്ത് വരും, 1 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 1. അപ്പോൾ 3 പ്ലസ് 2 അല്ലെ, 3 പ്ലസ് 2. ഇനി അടുത്തതിൽ എന്ത് വരും, 3 ഇൻറ്റു 1 പ്ലസ് -1 ഇൻറ്റു -1, അതായത് 3 പ്ലസ് 1. ഇവിടെ എന്താ വരിക, 3 ഇൻറ്റു 3 മൈനസ്, അതായത് 9 -1. അപ്പൊ ഏതാണ് മെട്രിക്സ്, 1 - 2 എന്ന് പറഞ്ഞാൽ -1 അല്ലേ. -1 ഇവിടെ 5, 3 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 4, 9 - 1 എന്ന് പറഞ്ഞാൽ 8. ഇനി ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ, ഡിറ്റർമിനന്റ് എ ബി ആണ് കണ്ടത്. അപ്പൊ ഡിറ്റർമിനന്റ് -1 5 4 8 ഇതാണ് കണ്ടത്. അപ്പൊ എത്രയാണ്, -1 ഇൻറ്റു 8 -8 മൈനസ് 4 ഇൻറ്റു 5 4 ഇൻറ്റു 5 20 അല്ലെ. അപ്പൊ -8 -20 ഏതാണ് ആൻസർ, -28 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If determinant 2x 5 8x equal to determinant 6 minus 2 7 3, write the value of x. എങ്ങനെയാ കണ്ടുപിടിക്കുക, ഈ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുക അല്ലെ. 2x സ്ക്വയർ 2x ഇൻറ്റു x മൈനസ് 8 ഇൻറ്റു 5 40 ഈക്വൽ ടു
6 into 3 18 minus 7 into minus 2 എന്ന് പറഞ്ഞാൽ minus 14. അപ്പൊ 18 plus 14 എന്ന് വന്നില്ലേ, അത് എത്രയാണ്? 32 ആണ്. അപ്പൊ 2x square minus 40 equal to 32. അപ്പൊ 2x square എന്ത് വരും? 32 plus 40, അതായത് 72. അപ്പൊ x square എന്ത് വരും? x square equal to 72 by 2, അതായത് 36. അപ്പൊ x എന്താ വരിക? പ്ലസ് ഓർ മൈനസ് 6 അല്ലേ? പ്ലസ് ഓർ മൈനസ് 6 ആണ് എക്സിന്റെ വാല്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If A is a 3 by 3 matrix such that determinant A equal to 8, then determinant 3A equals. അപ്പൊ ഡിറ്റർമിനന്റ് എ തന്നുണ്ട് അല്ലെ. അപ്പൊ ഡിറ്റർമിനന്റ് 3A, ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഡിറ്റർമിനന്റ് 3A കാണാൻ വേണ്ടി 3 raised to എത്രയാണോ ഓർഡർ അത് ഇൻറ്റു ഡിറ്റർമിനന്റ് എ ആണെന്ന്. അപ്പൊ 3 raised to 3 ഇൻറ്റു ഡിറ്റർമിനന്റ് എ. ഡിറ്റർമിനന്റ് എ എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 8 ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3 raised to 3 ഇൻറ്റു 8, അത് എത്ര വരാ? 27 ഇൻറ്റു 8, 216. ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If A and B are square matrices of the same order 3 such that determinant A equal to 2 and AB equal to 2i, write the value of determinant B. നമുക്ക് എന്താ തന്നിരിക്കുന്നത്? AB equal to 2i എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഡിറ്റർമിനന്റ് എ ബി ഈക്വൽ ടു ഡിറ്റർമിനന്റ് 2i എന്ന് എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഡിറ്റർമിനന്റ് എ ബി എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ബി അല്ലേ, ഈക്വൽ ടു ഡിറ്റർമിനന്റ് 2iനെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എഴുതുകയാണെന്ന് വെച്ചെങ്കിൽ 2 raised to എത്രയാണ് ഓർഡർ? 3 ആണ് അല്ലെ. 3 ഇൻറ്റു ഡിറ്റർമിനന്റ് i എന്ന് എഴുതിക്കൂടെ? അപ്പോൾ 2 raised to ക്യൂബ് 2 raised to 3 എന്ന് പറയുന്നത് ഏതാണ്? 8 ആണ്. ഡിറ്റർമിനന്റ് i എന്ന് പറയുന്നത് 1 തന്നെയല്ലേ. ഇനി നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് 2 എന്ന് കൊടുത്തൂടെ? 2 ഡിറ്റർമിനന്റ് ബി ഈക്വൽ ടു 8. അപ്പൊ ഡിറ്റർമിനന്റ് ബി എന്ത് വരും? 8/2, അത് എത്രയാണ്? 4 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ മാക്സിമം വാല്യൂ ഓഫ് determinant 1 1 1 1 1 plus sin theta 1 1 1 1 plus cos theta. എങ്ങനെയാ ഡിറ്റർമിനന്റ് കാണാ? 1 ഇൻറ്റു അല്ലെ ഇത് ഇൻറ്റു ഇത് മൈനസ് ഇത് ഇൻറ്റു ഇത് അല്ലെ. അപ്പൊ എങ്ങനെയാ വരാ? 1 പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ മൈനസ് 1 അല്ലെ. ഇനി അടുത്തത് മൈനസ് 1 ഇൻറ്റു എന്ത് വരും? 1 ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ, അതായത് 1 പ്ലസ് കോസ് തീറ്റ, പിന്നെ എന്താണ് വരിക? മൈനസ് 1. ഇനി അടുത്തത് എന്ത് വരും? പ്ലസ് 1 ഇൻറ്റു അല്ലേ 1 ഇൻറ്റു 1 1 മൈനസ് 1 ഇൻറ്റു 1 പ്ലസ് സൈൻ തീറ്റ മൈനസ് 1 പ്ലസ് സൈൻ തീറ്റ എന്ന് വരും അല്ലേ. അപ്പൊ ഇത് എങ്ങനെ വരും? ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 1 പ്ലസ് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വരില്ലേ? മൈനസ് 1ഉം വരില്ലേ? അപ്പൊ ഈ മൈനസ് 1ഉം പ്ലസ് 1ഉം ക്യാൻസൽ ചെയ്ത് പോയില്ലേ? അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് 1ഉം മൈനസ് 1ഉം ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എങ്ങനെയുണ്ട്? സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ എന്നുണ്ട്. ഇനി ഇവിടെ എങ്ങനെയാണ് നോക്കൂ, 1 പ്ലസ് കോസ് തീറ്റ മൈനസ് 1ഉം ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയി അല്ലെ. അപ്പൊ ഇവിടെ ഇനി എന്തുണ്ട്? മൈനസ് കോസ് തീറ്റ മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ എങ്ങനെയാണ്? 1ഉം 1ഉം ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ ഇവിടെ മൈനസ് സൈൻ തീറ്റ മാത്രമേ ഉള്ളൂ. അപ്പൊ ആകെ നമുക്ക് എന്തൊക്കെ ഉണ്ട്? കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ അല്ലെ, കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ
മൈനസ് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ അല്ലേ, ഇതാണ് ഉള്ളത്. അപ്പൊ നമുക്ക് കോസ് തീറ്റയും മൈനസ് കോസ് തീറ്റയും ക്യാൻസൽ ചെയ്ത് പോയില്ലേ, സൈൻ തീറ്റയും മൈനസ് സൈൻ തീറ്റയും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ ആൻസർ എന്താ വരിക? സൈൻ തീറ്റ കോസ് തീറ്റ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If A is a square matrix of order 3 and determinant A equal to 5, then the value of determinant 2A dash is. A സ്ക്വയർ മെട്രിക്സ് ആവുമ്പോൾ ഡിറ്റർമിനന്റ് എ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് എ ഡാഷിന് തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 2 ഓർഡർ എത്രയാണ്? 3 ആണ്. 2 ഇൻറ്റു ഡിറ്റർമിനന്റ് എ ഡാഷ് എന്ന് എഴുതിക്കൂടെ? ഈ എ ഡാഷിന് പകരം ഡിറ്റർമിനന്റ് എ എന്ന് എഴുതിക്കൂടെ? അപ്പൊ 2³ ഇൻറ്റു ഡിറ്റർമിനന്റ് എ. ഡിറ്റർമിനന്റ് എ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 2³ ഇൻറ്റു 5 അത് എത്രയാണ് വരിക? 8 ഇൻറ്റു 5 40 എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇത് എഴുതിയെന്ന് നിങ്ങൾക്ക് സംശയം വരരുത്. കാരണം ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ഡാഷ് എഴുതാൻ കാരണം ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പൊ നമുക്കറിയാം ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ഡാഷ് എന്ന് എഴുതാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If A is a skew symmetric matrix of order 3, then the value of determinant A is. A skew symmetric matrix ആണ് വെച്ചെങ്കിൽ നമുക്കറിയാം A ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ ആണ് അല്ലേ. അപ്പൊ ഇതിനെ ഞാൻ ഡിറ്റർമിനന്റ് എടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ ഡിറ്റർമിനന്റ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് മൈനസ് എ എന്ന് വരില്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഓഫ് ഓർഡർ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പൊ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് എന് തുല്യമായിരിക്കും. ഡിറ്റർമിനന്റ് എ ട്രാൻസ്പോസ് ഡിറ്റർമിനന്റ് എന് തുല്യമായിരിക്കും അല്ലെ. ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു എങ്ങനെ എഴുതാം നമുക്ക്? -1 ഹോൾ റേസ് ടു എത്രയാണ്? ഓർഡർ 3 ആണ് അല്ലെ. -1 ഹോൾ റേസ് ടു 3 ഇൻറ്റു ഡിറ്റർമിനന്റ് എ എന്ന് എഴുതിക്കൂടെ? ഇത് ഏത് വരും? -1 ആണ് വരിക. അപ്പൊ മൈനസ് ഡിറ്റർമിനന്റ് എ എന്ന് വരില്ലേ. ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു മൈനസ് ഡിറ്റർമിനന്റ് എ ആണ് വെച്ചെങ്കിൽ ഇതിനെ ഒരു ഭാഗത്തേക്ക് കൊടുന്നാൽ എന്ത് വരും? 2 ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 0 അല്ലെ. അപ്പൊ ഡിറ്റർമിനന്റ് എ എന്ത് വരണം? 0 വരണം. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If A equal to matrix 3 4 1 2, find the value of 3 into determinant A. ഡിറ്റർമിനന്റ് 3A എന്നാണ് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? A ഈക്വൽ ടു 3 4 1 2 എന്ന് തന്നിട്ടുണ്ട്. ഡിറ്റർമിനന്റ് 3A ഞാൻ നേരത്തെ പറഞ്ഞു. ഡിറ്റർമിനന്റ് 3A ഈക്വൽ ടു 3 റേസ് ടു ഏതാണ് ഓർഡർ? ഇതിന്റെ ഓർഡർ എത്രയാണ്? 2/2 ആണ് അല്ലെ. 3 റേസ് ടു 2 ഇൻറ്റു ഡിറ്റർമിനന്റ് എ എന്ന് വരില്ലേ. ഡിറ്റർമിനന്റ് എന്റെ വാല്യൂ ഇവിടെ എത്രയാണ്? അതായത് ഡിറ്റർമിനന്റ് 3 4 1 2 അപ്പൊ എത്ര വരാ? 3 2s are 6 6 minus 4 2 എന്ന് വരും അല്ലെ. അപ്പൊ 3 സ്ക്വയർ ഇൻറ്റു 2 ഏതാണ് ആൻസർ? 6 ഇൻറ്റു 2 12 എന്നുള്ളത് ആൻസർ. ഇനി നമുക്ക് ഇതല്ല ഡിറ്റർമിനന്റ് 3A എന്നുള്ളതല്ല തന്നിരിക്കണേ. ഇങ്ങനെയാണ് തന്നിരിക്കണേ എന്ന് വിചാരിക്കുക. 3 mod A എന്നാണ് തന്നിരിക്കണേ എങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? 3 ഇൻറ്റു ഡിറ്റർമിനന്റ് 3 4 1 2 ഇതാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് വരും? 3 ഇൻറ്റു 2 6 6 minus 4 2 3 ഇൻറ്റു 2 6 എന്നുള്ളതാണ് ആൻസർ വരിക. അപ്പം മനസ്സിലാക്കണം, ഡിറ്റർമിനന്റ് 3A എന്ന് പറയുമ്പോഴും 3 ഡിറ്റർമിനന്റ് A എന്ന് പറയുമ്പോഴും വ്യത്യസ്ത ആൻസർ ആണ് വരിക. അപ്പൊ 3 ഡിറ്റർമിനന്റ് A എന്ന് പറയുമ്പോൾ നമുക്ക് 6 ആണ് ആൻസർ കിട്ടുക.
ഡിറ്റർമിനന്റ് 3a എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് വ്യത്യാസമാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If x belongs to n and determinant x plus 3 minus 2 minus 3x 2x equal to 8, then find the value of x. ഇതിനെ ഡിറ്റർമിനന്റ് കാണാൻ വേണ്ടി എങ്ങനെ ചെയ്യാം? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. 2x ഇൻറ്റു എക്സ് പ്ലസ് 3 മൈനസ് ഇവിടെ എന്ത് വരും? മൈനസ് 2 ഇൻറ്റു മൈനസ് 3x ഈക്വൽ ടു 8. അപ്പൊ നമുക്ക് എന്ത് വരും? 2x² പ്ലസ് 6x മൈനസ് ഇവിടെ എന്താണ്? ഇത് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി പോയി അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും? 6x എന്ന് വരും. 6x. അപ്പൊ 6xഉം 6xഉം ക്യാൻസൽ ചെയ്ത് പോയോ? അപ്പൊ 2x² ഈക്വൽ ടു 8 എന്ന് വന്നു. x² ഈക്വൽ ടു എന്ത് വരും? 4 എന്ന് വന്നു. x ഈക്വൽ ടു എന്ത് വരും? പ്ലസ് ഓ മൈനസ് 2 വരും. പക്ഷേ x ബിലോങ്സ് ടു n എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് x ഈക്വൽ ടു 2 മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If determinant 3x 7 minus 2 4 equal to 8, determinant 8 7 6 4, find the value of x. എങ്ങനെയാണ്? 3x into 4 അല്ലെ. 3x into 4 minus 2 into 7 equal to ഇതിലെന്താണ്? 8 into 4 32 minus 42. 7 6 are 42. അപ്പൊ എങ്ങനെയാണ് വരിക? 3x ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 12x അല്ലെ. 12x മൈനസ് വരുമ്പോൾ പ്ലസ് വരും. 2 ഇൻറ്റു 7 14 ഈക്വൽ ടു മൈനസ് ഇവിടെ എന്താ വരിക? 10. അപ്പൊ 12x ഈക്വൽ ടു മൈനസ് 10 മൈനസ് 14. അപ്പൊ ഇവിടെ എന്ത് വരും? എക്സ് ഈക്വൽ ടു ഇവിടെ മൈനസ് 10 മൈനസ് 14 എന്ന് പറഞ്ഞാൽ മൈനസ് 24 ഡിവൈഡഡ് ബൈ 12 എന്ന് വരില്ലേ. അപ്പൊ ഏതാണ് ആൻസർ? മൈനസ് 2 എന്നുള്ളതാണ് ആൻസർ. അപ്പൊ എക്സ് ഈക്വൽ ടു മൈനസ് 2. ദ വാല്യൂ ഓഫ് എക്സ് ഈസ് മൈനസ് 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If determinant x sin theta cos theta minus sin theta minus x 1 cos theta 1x equal to 8, write the values of x. Value of x. ഈ ഡിറ്റർമിനന്റ് എങ്ങനെ കാണാം? നമുക്കറിയാം x ഇൻറ്റു അല്ലെ. x ഇൻറ്റു മൈനസ് x² മൈനസ് 1 അല്ലെ. മൈനസ് 1 മൈനസ് സൈൻ തീറ്റ ഇൻറ്റു പിന്നെ എന്താ വരും? മൈനസ് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ. മൈനസ് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ. പിന്നെ അടുത്തത് പ്ലസ് കോസ് തീറ്റ ഇൻറ്റു പിന്നെ ഏതാ വരിക? മൈനസ് സൈൻ തീറ്റ പ്ലസ് എക്സ് കോസ് തീറ്റ. മൈനസ് സൈൻ തീറ്റ പ്ലസ് എക്സ് കോസ് തീറ്റ. മൈനസ് മൈനസ് പ്ലസ് വരും. പ്ലസ് എക്സ് കോസ് തീറ്റ. ഇനി നമുക്ക് എങ്ങനെയാ നോക്കുക? മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഇവിടെ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്ത് പോവില്ലേ? ഇനി ഇവിടെ എന്താ വരിക? മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെ എന്ത് വരും? ഇവിടെ എക്സ് മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് എക്സ് ക്യൂബ് എന്ന് പറയില്ലേ. മൈനസ് എക്സ് മൈനസ് പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ മൈനസ് എക്സ് ക്യൂബ് മൈനസ് എക്സ് പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ അല്ലെ. പിന്നെ ഇവിടെ എന്താണ്? പ്ലസ് കോസ് തീറ്റ ഇൻറ്റു പ്ലസ് എക്സ് കോസ് തീറ്റ.
ഇവിടെയും ഒരു എക്സ് ഉണ്ടാവണം, കാരണം സൈൻ തീറ്റ ഇൻറ്റു മൈനസ് എക്സ് സൈൻ തീറ്റ അല്ലെ, മൈനസ് എക്സ് സൈൻ തീറ്റ ഇൻറ്റു മൈനസ് കോസ് തീറ്റ. അപ്പോൾ ഇവിടെ ഒരു മൈനസ് എക്സ് സൈൻ തീറ്റ ഉണ്ട് കേട്ടോ, അത് നമ്മൾ അറിയാണ്ട് വിട്ടുപോയതാണ്. അപ്പോൾ മൈനസ് എക്സ് ക്യൂബ് മൈനസ് എക്സ് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി എക്സ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് എക്സ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 8 എന്ന് അവർ തന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് എക്സിനെ പുറത്തേക്ക് എടുത്താൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആയില്ലേ. അപ്പൊ മൈനസ് എക്സ് ക്യൂബ് മൈനസ് എക്സ് പ്ലസ് എക്സ് ഇൻറ്റു 1 ആയി, അപ്പൊ എക്സ് ആയി. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയില്ലേ. എക്സ് ക്യൂബ് ഈക്വൽ ടു മൈനസ് എക്സ് ക്യൂബ് ഈക്വൽ ടു 8. അപ്പൊ എക്സ് ക്യൂബ് പ്ലസ് 8 ഈക്വൽ ടു 0 അല്ലേ. ഇനി ഇതില് എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ക്യൂബ് പ്ലസ് 8 ഞാൻ എങ്ങനെ എഴുതാം, എക്സ് പ്ലസ് 2, അതായത് 2 ഒരു മൈനസ് 2 ഒരു 0 ആവും അല്ലെ. അപ്പൊ ഞാൻ എങ്ങനെ എഴുതും, എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 4 എന്ന് എഴുതിക്കൂടെ, ഈക്വൽ ടു 0. ഇത് എന്തായാലും 0 ആവില്ല, കാരണം ഇത് ഗ്രേറ്റർ ദാൻ 0 ആണ്, കാരണം പ്ലസ് 4 ഉണ്ട്. അപ്പൊ ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ ഏതിനോട് ഇക്വേറ്റ് ചെയ്യാം, എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0നോട് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ എക്സ് ഈക്വൽ ടു മൈനസ് 2. അപ്പൊ ഏതാണ് ആൻസർ, എക്സ് ഈക്വൽ ടു മൈനസ് 2 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് ഡിറ്റർമിനന്റ് cos 15 ഡിഗ്രി സൈൻ 15 ഡിഗ്രി സൈൻ 75 ഡിഗ്രി കോസ് 75 ഡിഗ്രി. ഇതെങ്ങനെയാ ചെയ്യാം, അതായത് ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, മൈനസ് ഇടുക അല്ലെ. കോസ് 15 ഡിഗ്രി ഇൻറ്റു കോസ് 75 ഡിഗ്രി മൈനസ് സൈൻ 15 ഡിഗ്രി സൈൻ 75 ഡിഗ്രി. ഇത് എന്ത് ഫോമാ നോക്കൂ, കോസ് സി കോസ് ഡി മൈനസ് സൈൻ സി സൈൻ ഡി എന്നുള്ള ഫോമാണ്. അതെന്താണ്, കോസ് ഓഫ് സി പ്ലസ് ഡി ആണ്. അപ്പൊ സിയുടെ സ്ഥാനത്ത് 15ഉം ഡിയുടെ സ്ഥാനത്ത് 75ഉം. അപ്പൊ കോസ് 15 പ്ലസ് 75 അത് എത്രയാണ്, കോസ് 90 ഡിഗ്രി അല്ലെ. കോസ് 90 ഡിഗ്രി എത്രയാണ്, സൈൻ 0 0 ആണ്, സൈൻ 90 1 ആണ്, സൈൻ കോസ് 0 1 ആണ്, കോസ് 90 0 ആണ് അല്ലേ. അപ്പൊ ഏതാണ് ആൻസർ വരിക, 0 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. വാല്യൂ ഓഫ് ദ ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ് എ ഓഫ് ഓർഡർ 3/3 ഈസ് 4. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ് 5a. ഞാൻ പറഞ്ഞു ഡിറ്റർമിനന്റ് എം എ ഈക്വൽ ടു എം റേസ് ടു ഏതാണോ ഓർഡർ ഇൻറ്റു ഡിറ്റർമിനന്റ് എ ആണെന്ന്. അപ്പൊ ഇതേപോലെ ഡിറ്റർമിനന്റ് 5a എങ്ങനെ എഴുതാം, 5 റേസ് ടു ഏതാണോ ഓർഡർ 3 ആണ്, 5 ക്യൂബ് ഇൻറ്റു ഡിറ്റർമിനന്റ് എ എന്ന് എഴുതാം. ഡിറ്റർമിനന്റ് എ എത്രയാണെന്ന് തന്നുണ്ട്, ഡിറ്റർമിനന്റ് വാല്യൂ ഓഫ് ദ മെട്രിക്സ് എ എന്ന് പറഞ്ഞത് 4 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 5 ക്യൂബ് ഇൻറ്റു 4 അത് എത്രയാണ്, 125 ഇൻറ്റു 4. Uh, 500 അല്ലേ. ആൻസർ എന്താണ് വരിക, 500. നെക്സ്റ്റ് ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഡിറ്റർമിനന്റ് 3x 7 minus 2 4 equal to determinant 8 7 6 4, find the value of x. എങ്ങനെയാണ്, ഇതേപോലെ തന്നെ ചെയ്യുക. 3x ഇൻറ്റു 4 12x മൈനസ് 2 ഇൻറ്റു 7 പ്ലസ് 14 ആവും അല്ലേ, ഈക്വൽ ടു 32 മൈനസ് 42. അപ്പോൾ 12x ഈക്വൽ ടു ഏത് വരും, മൈനസ് 10 മൈനസ് 14 മൈനസ് 24. എക്സ് ഈക്വൽ ടു മൈനസ് 24 ഡിവൈഡഡ് ബൈ 12 മൈനസ് 2 എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.
താങ്ക് യു ഫോർ വാച്ചിങ്.